ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി. കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ആവശ്യപ്പെട്ടു. JB കോശി കമ്മീഷൻ ശുപാർശ നടപ്പാക്കുന്നത് ഗുരുതരമായ സാമുദായിക അസന്തുലനാവസ്ഥ ഉണ്ടാക്കുമെന്നും പിന്നാക്ക സംവരണാവകാശങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം തുടരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവശത പരിഹരിക്കാൻ കമ്മീഷനെ നിയോഗിച്ച് പരിഹാരം കാണുമ്പോൾ ഹിന്ദുക്കളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവശത പരിഹരിക്കാൻ നാളിതുവരെ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപമാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ തരത്തിലുള്ള അവശതകൾ പരിഹരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സർക്കാർ ആ നിലയ്ക്കുള്ള യാതൊരു പരിശ്രമവും നാളിതുവരെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര്, ഭവനരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര്, അതുപോലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി പാലോളി കമ്മീഷനെയും ക്രൈസ്തവ സമുദായത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ JB കോശി കമ്മീഷനെയും നിയോഗിച്ച സർക്കാർ ഹിന്ദുക്കളുടെ പ്രശ്നം മാത്രം അവഗണിക്കുകയാണെന്നും ഹിന്ദുക്കളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായി കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം നമ്മുടെ നാട്ടിൽ തുടരുകയാണ്. ഈ മതസംവരണം അത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ അവകാശത്തെ കവർന്നെടുക്കുന്ന ഒരു നടപടിയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾക്ക് സംവരണാനുകൂല്യത്തിനായി ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ ശുപാർശ നൽകാനുള്ള അധികാരം ബിഷപ്പുമാർക്ക് നൽകുന്നത് ഗുരുതരമായ സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുമെന്നും അനർഹർക്ക് സംവരണം ലഭിക്കാൻ ഇത് കാരണമാകുമെന്നും ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പറയുന്നത് ഈ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരുടെ ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകാൻ വില്ലേജ് ഓഫീസർമാർക്ക് ശുപാർശ നൽകാനുള്ള അധികാരം ബിഷപ്പുമാർക്ക് കൊടുത്തിരിക്കുന്നു. ഇത് വളരെ വലിയ ഗുരുതരമായ സാമൂഹ്യ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അനർഹരായിട്ടുള്ള ആളുകൾക്ക് സംവരണം കിട്ടുന്നതിന് ഉള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാവുന്നത്. ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. ആ തീരുമാനം പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാവണം എന്നുകൂടി ഹിന്ദു ഐക്യവേദി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. പിന്നോക്ക സംവരണാവകാശങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം തുടരുന്നതിനെയും ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. ജനം, ആലപ്പുഴ.